ഡോക്ടർ ബിനിയ ബെത്സൈദ ഹോമിയോ ക്ലിനിക് കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് യൂറിൻ ഒഴിക്കുമ്പോൾ അതിൽ അസ്വാഭാവികമായി നിറത്തിലോ അല്ലെങ്കിൽ മണത്തിലോ കൺസിസ്റ്റൻസിയിലോ വ്യത്യാസമുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് പല അസുഖങ്ങളുടെയും സൂചനയായിരിക്കാം എന്ന് മനസ്സിലാക്കി തരികയാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ യൂറിൻ എടുക്കണം, വേറെ സമയത്ത് എടുത്തുകൂടാ എന്ന് പറയുന്നത്? പ്രത്യേകിച്ച് നമ്മൾ രാത്രിയിൽ കിടന്ന് കുറേ നേരം വളരെ സ്ലോ ആയിട്ടുള്ള സമയമാണ് രാത്രി എന്ന് പറയുന്നത്. മാത്രവുമല്ല ഈ സമയത്ത് നമ്മുടെ യൂറിൻ വളരെ കോൺസെൻട്രേറ്റഡ്, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ യൂറിൻ കോൺസെൻട്രേറ്റ് ആയി ഇരിക്കുന്ന സമയത്ത് ഉള്ള വ്യത്യാസങ്ങളാണ് നമുക്ക് ശരിയായിട്ട് നോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റുള്ള സമയങ്ങളിൽ വളരെ വ്യത്യസ്തമായി വന്നേക്കാം. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള യൂറിൻ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഓരോരോ കാര്യങ്ങൾ, അതായത് എന്തൊക്കെ സൂചനകളാണ് ഓരോ ടൈപ്പ് യൂറിൻ നമുക്ക് കാണിച്ചു തരുന്നത് എന്ന് പറയാം. ആദ്യത്തേത് ഒരു യെല്ലോ കളർ, വളരെ ഒരു യെല്ലോ ടിൻറ്റുള്ള ഒരു സ്ട്രോ കളറായിട്ടുള്ള യൂറിനാണ് രാവിലെ ഒഴിക്കുന്നതെങ്കിൽ അത് വളരെ ശരിയായിട്ടുള്ള യൂറിനാണ്. അതായത് നമുക്ക് ഡീഹൈഡ്രേഷൻ ഒന്നുമില്ല, നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള ജലാംശമുണ്ട്, പിന്നെ നമ്മുടെ വൃക്കകൾ ശരിയായിട്ട് ഫിൽട്രേഷൻ ചെയ്ത് വേസ്റ്റ് പുറന്തള്ളുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന നിറമാണ് ഏത്? യെല്ലോ ടിൻറ്റ്, ചെറിയൊരു ലൈറ്റ് യെല്ലോ കളർ, അതായത് സ്ട്രോ കളർ എന്ന് പറയും. ഇനി രണ്ടാമത്തെ തരത്തിൽ എന്താണെന്ന് നോക്കാം. രണ്ടാമത്തേത് ഡാർക്ക് യെല്ലോ അല്ലെങ്കിൽ ആംബർ കളർ എന്നുള്ളതാണ്. ഈ ഒരു ആംബർ കളർ അല്ലെങ്കിൽ ആംബർ ബോട്ടിൽസ് ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതേപോലെ തന്നെ കുറച്ച് ഡാർക്ക് യെല്ലോ ആയിട്ട് കളറുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എന്തുണ്ട്, നമുക്ക് വെള്ളത്തിന്റെ ജലാംശത്തിന്റെ കുറവുണ്ട്, നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആണ്. രാത്രി മുഴുവൻ കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഡീഹൈഡ്രേഷൻ ഉണ്ട്, ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷീണം, അസ്വസ്ഥത, തലവേദന ഇങ്ങനെയൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഡീഹൈഡ്രേഷൻ ഉണ്ട്. പിന്നെ എന്ത് ശ്രദ്ധിക്കണം? പിന്നെ നിങ്ങൾ രാത്രിയിൽ എന്തെങ്കിലും രീതിയിലുള്ള കഫീൻ അടങ്ങിയ സാധനങ്ങൾ, ആൽക്കഹോൾ അടങ്ങിയ സാധനങ്ങളൊക്കെ എടുക്കാതെ ശ്രദ്ധിക്കണം. ധാരാളം വെള്ളം കുടിക്കണം. ഇൻഫെക്ഷൻ ഒന്നും ഇല്ല, അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒന്നും ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കുകയും വേണം. അതായത് ഉറപ്പില്ല, കാരണം ലൈറ്റ് ആംബർ കളറാണ്, വലിയ കുഴപ്പമില്ല. ധാരാളം വെള്ളം കുടിച്ചാൽ ശരിയാകാവുന്ന പ്രശ്നങ്ങളെ ഇപ്പോൾ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ കളറാണ് ഓറഞ്ച് കളർ അല്ലെങ്കിൽ നമ്മുടെ ചായയുടെ നിറം. അപ്പൊ ഈ ഓറഞ്ച് കളറുള്ള യൂറിനാണ് നമുക്ക് സ്ഥിരമായിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 3 മുതൽ 5 ദിവസം വരെ പോകണമെങ്കിൽ എന്തായാലും ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ ലിവറിന് പ്രശ്നം വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ബൈലിന്റെ സെക്രീഷന്റെ എന്തോ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ആണ് ചെയ്ത് നോക്കേണ്ടത്. ഓറഞ്ച് അല്ലെങ്കിൽ എന്ത് കളറാണ്? ഒരു ചായ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന, പാലൊഴിച്ച ചായ കിട്ടുന്ന ആ കളറിലാണ് നിങ്ങളുടെ യൂറിൻ പോകുന്നതെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. അതേപോലെ തന്നെ അതിലും ശ്രദ്ധിക്കേണ്ട കാര്യം, തലേ ദിവസം അല്ലെങ്കിൽ ആ സമയങ്ങളിൽ കഫീൻ അല്ലെങ്കിൽ ആൽക്കഹോൾ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിവറിന് അത് ശരിയായിട്ടില്ല അല്ലെങ്കിൽ പിടിച്ചിട്ടില്ല എന്ന് വേണം വിചാരിക്കാൻ. അതിന്റെ കൂടെ തന്നെ മറ്റ് ഫങ്ഷൻസ്, പ്രത്യേകിച്ച് ഇൻഫെക്ഷൻ ഉണ്ടാകാനിടയുള്ള വൃക്കയുടെ കാര്യമാണെങ്കിലും അതേപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്തത് എന്താണ്? അടുത്തത് നമുക്ക് വരുന്നത് തീരെ, അതായത് ലൈറ്റ് ഫുൾ വെള്ളം പോലെ തന്നെ. നമ്മുടെ വെള്ളത്തിന് എന്ത് കളറാണ്? കളർ നമുക്ക് പറയാൻ പറ്റില്ല. വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വെള്ളം പോലെയാണ് നിങ്ങൾക്ക് രാവിലെ പോകുന്നതെങ്കിൽ അത് വളരെ ഡൈല്യൂട്ടഡ് ആണ്. തീരെ നമുക്ക് യെല്ലോ ടിൻറ്റേ ഇല്ല, സാധാ വെള്ളം പോകുന്ന പോലെയാണ് പോകുന്നതെങ്കിൽ അത് വളരെ ഡൈല്യൂട്ടഡ് ആണ്. മിനറൽസ്, എല്ലാ തരത്തിലുള്ള ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ അതിൽ വളരെ ഡൈല്യൂട്ടഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അത്ര തന്നെ വെള്ളം കുടിക്കേണ്ടതില്ല. ഓവർ ഹൈഡ്രേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ഷീണം വരാം. ഓവർ ഹൈഡ്രേഷൻ ആയതുകൊണ്ട് ഇലക്ട്രോലൈറ്റിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയുള്ളത് നിറങ്ങളാണ്. പല നിറത്തിൽ, ഇപ്പൊ 3 തരത്തിലുള്ള നിറങ്ങൾ തന്നെ ഞാൻ പറഞ്ഞു. ഇനി അടുത്തത് വരുന്നത് സ്മെല്ലാണ്. പലതരത്തിലുള്ള സ്മെല്ലുകളുണ്ട്. അമോണിയാക്കൽ സ്മെല്ല് എന്ന് പറഞ്ഞാൽ യൂറിന്റെ തന്നെ സ്മെല്ല് വളരെ ശക്തിയായിട്ട് വരുന്നുണ്ടെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെയാണ് അത് കാണിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ക്ഷീണം, തണുപ്പ്, ഒരു ചില്ലിനെസ്, അതായത് ഭയങ്കരമായിട്ട് തണുക്കുന്നത് പോലെ തോന്നുക, ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ കാണിക്കുന്നു. ചില സമയങ്ങളിൽ ഫിഷി ഓർഡർ, ഭയങ്കര പ്രത്യേകതരം സ്മെല്ലുകൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. ഫ്രൂട്ടി സ്മെല്ല്, പഴങ്ങളുടെ സ്മെല്ല് വരിക,
വരികയാണെങ്കിൽ അത് ഡയബറ്റീസിനെ കാണിക്കുന്നു. ചിലപ്പോൾ സൾഫർ ഉണ്ടെങ്കിൽ അതിൻ്റെതായ വ്യത്യസ്തങ്ങളായ ഒരു മണങ്ങൾ കാണിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, പ്രത്യേകിച്ച് ഷുഗർ, അതേപോലെ തന്നെ കിഡ്നി ഡിസോർഡേഴ്സോ അങ്ങനെ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ കൊണ്ടുണ്ടാകുന്ന വൃക്കയുടെ തകരാറുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് എടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ വൃക്കയുടെ ശരിയായിട്ടുള്ള ഫിൽട്രേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. KFT അതായത് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ആണ് നോക്കേണ്ടത്. ഇനി അടുത്ത ഒരു കാര്യം എന്നുള്ളത് നുര അല്ലെങ്കിൽ പതയുള്ള യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഫ്രോത്തി യൂറിൻ അപ്പിയർ കാണുന്നുണ്ടെങ്കിൽ, അതായത് നല്ലപോലെ പത കാണുന്നുണ്ടെങ്കിൽ അത് ക്രിയാറ്റിൻ അല്ലെങ്കിൽ യൂറിക് ആസിഡ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് വൃക്കയുടെ ആരോഗ്യം, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റിലെ യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ ഇങ്ങനത്തെ 3 ശ്രദ്ധിക്കാം. അതിന്റെ കൂടെ തന്നെ വേറെന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ടാണോ ഇങ്ങനെ പത ഉണ്ടായത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇൻഫെക്ഷന്റെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് എന്താ ഉള്ളത്? ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ചോര പോകുന്ന കണ്ടീഷൻസ്, വളരെ റയർ ആയിട്ടാണെങ്കിലും യൂറിനിൽ ബ്ലഡ് പോകുന്ന ഒരവസ്ഥ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അത് എപ്പോഴും വരുന്നത് മിക്കവാറും കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ യൂറിനറി സ്റ്റോൺ. ഈ കിഡ്നി സ്റ്റോണൊക്കെ ഇളകി വരും. ഇളകി വന്നിട്ട് കിഡ്നിയിലിരിക്കുന്നത് അത് ചെറിയ കല്ലുകളൊക്കെ ആണെങ്കിൽ ഇറങ്ങി വന്ന് നമ്മുടെ യൂറിനറി ട്രാക്റ്റ് അല്ലെങ്കിൽ ആ ജംഗ്ഷന് എവിടെയെങ്കിലും വന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും ചോര വന്നിട്ട് ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. അപ്പൊ യൂറിനിലെ ചോര കാണാറുണ്ട്. അപ്പൊ കിഡ്നി സ്റ്റോൺ, യൂറിനറി സ്റ്റോൺ ആണ് പ്രധാനം. അതിന്റെ കൂടെ തന്നെ പ്രോസ്ട്രേറ്റിന്റെ ബുദ്ധിമുട്ടുകൾ, പ്രോസ്ട്രേറ്റിന്റെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് തന്നെ വളരെ ഹൈ റേഞ്ച്, അതായത് ബ്ലഡിലൊക്കെ പ്രശ്നങ്ങൾ വന്ന് ഇൻഫ്ലമേഷൻ ആയ കേസുകളാണെങ്കിൽ അതിലും ചിലപ്പോൾ യൂറിനിലെ ബ്ലഡ് കാണാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത് ക്ലൗഡി യൂറിൻ, അതായത് മേഘത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഉണ്ടാകുന്ന പോലെ തന്നെ ഒരു മങ്ങിയ രീതിയിലുള്ള യൂറിനാണ് രാവിലെ പോകുന്നതെങ്കിൽ അതും നമ്മുടെ വൃക്കയുടെ ആരോഗ്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ, പ്രത്യേകിച്ച് പ്രോസ്ട്രേറ്റിന്റെ കാര്യങ്ങളും, പ്രോസ്ട്രേറ്റിന്റെ എൻലാർജ്മെന്റോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട PSA എന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങളോ കൂടിയിട്ടുണ്ടോ എന്നുള്ളതും ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ രാവിലെ സാധാരണ ഒരു വ്യക്തിക്ക്, അതായത് നമ്മൾ ഒന്നും പഠിച്ചില്ലെങ്കിലും ബുദ്ധിമുട്ടില്ല, ഇങ്ങനെ സാധാരണ വ്യക്തികൾക്ക് മനസ്സിലാക്കാവുന്നതും അതേപോലെ തന്നെ ആവശ്യമെങ്കിൽ സെൽഫായിട്ട് തന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് എടുക്കാം. എന്തെങ്കിലും വ്യത്യാസങ്ങൾ കണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഡോക്ടറെ സമീപിക്കാം. ഇല്ലെങ്കിൽ ഡോക്ടറോട് ചോദിച്ച് അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റുകൾ ആവശ്യമെങ്കിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നു എങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്